السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. فلما جاء سليمان قال أتمدونني بمال فما آتاني الله خير مما آتاكم بل أنتم بهديتكم تفرحون. ارجع إليهم فلنأتينهم بجنود لا قبل لهم بها ولنخرجنهم منها أذلة وهم صاغرون. قال يا أيها الملأ أيكم يأتيني بعرشها قبل أن يأتوني مسلمين. قال عفريت من الجن أنا آتيك به قبل أن تقوم من مقامك وإني عليه لقوي أمين. قال الذي عنده علم من الكتاب أنا آتيك به قبل أن يرتد إليك طرفك فلما رآه مستقرا عنده قال هذا من فضل ربي ليبلوني أأشكر أم أكفر ومن شكر فإنما يشكر لنفسه ومن كفر فإن ربي غني كريم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ പ്രവാചകൻ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ അത്ഭുതങ്ങൾ നിറഞ്ഞ പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച ഒട്ടേറെ ചരിത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് സബയിൽ നിന്ന് രാജ്ഞി സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ധാരാളക്കണക്കിന് അമൂല്യമായ രത്നങ്ങളും സമ്മാനങ്ങളുമൊക്കെയായി ദൂതന്മാരെ പറഞ്ഞയച്ച ആ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വശീകരിക്കാൻ, അങ്ങോട്ടൊരു യുദ്ധത്തിന് പുറപ്പെടാതിരിക്കാൻ സഭയിലെ രാജ്ഞി കൊടുത്തയച്ച ഈ ദൂതന്മാർ വശം കൊടുത്തയച്ച ഈ സമ്മാനങ്ങൾ കണ്ടപ്പോൾ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രതികരണമാണ് തുടർന്നുള്ള ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നത്. ഫലമ്മാ ജാഅ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്നപ്പോൾ ഈ ദൂതന്മാര് സമ്മാനങ്ങളുമായി സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദർബാറിൽ, രാജദർബാറിൽ എത്തുകയാണ്. അന്നേരം ഖാല, മഹാനവറുകൾ അവരോട് പറഞ്ഞു, അതുമിദ്ദൂനനി, നിങ്ങൾ എന്നെ സഹായിക്കാൻ വന്നതാണോ? ബിമാലിൻ, കുറെ ധനം കൊണ്ട്. കുറെ ധനങ്ങളും അമൂല്യമായ വസ്തുക്കളുമൊക്കെ കൊണ്ടുവന്ന് എന്നെ
വിലക്കെടുക്കാനും എന്നെ സഹായിക്കാനും ഒക്കെ വന്നതാണോ നിങ്ങൾ? എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എനിക്കിതിന്റെ ഒന്നും ആവശ്യമില്ല. അല്ലാഹു തആല എനിക്ക് തന്നതൊക്കെ ഇതിനെ അപേക്ഷിച്ച് വളരെ വലുതാണ്. നിങ്ങൾക്കിതൊക്കെ ഒരു വലിയ സംഭവമായിരിക്കാം. നിങ്ങളെ കൊണ്ടുവന്നതൊക്കെ നിങ്ങളുടെ കണക്കുകൂട്ടലിലും നിങ്ങളുടെ രാജ്ഞിയുടെ കണക്കുകൂട്ടലുമൊക്കെ അനുസരിച്ച് അപാരമായ അമൂല്യമായ പലതുമായിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഫമാ ആതാനി അല്ലാഹ്, എന്റെ അടുക്കലുള്ളത് എന്ന കിബറിന്റെ വർത്തമാനമല്ല പറഞ്ഞത്. ഫമാ ആതാനി അല്ലാഹ്, എനിക്കല്ല തന്നത്, എനിക്ക് അല്ലാഹു നൽകി അനുഗ്രഹിച്ചത്, ഖൈറും മിമ്മാ ആതാക്കും, അല്ല നിങ്ങൾക്ക് നൽകിയതിനേക്കാൾ ഉത്തമമായത് എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എന്റെ അടുത്ത് ഈ പണവും അമൂല്യമായ രത്നങ്ങളും പട്ടും വളയും സ്വർണ്ണമൊക്കെ കൊണ്ടുവന്നിട്ട് എന്ത് കാര്യ? അതിലൊന്നും വീഴുന്ന ആളല്ല ഞാൻ. എനിക്കതൊട്ട് ആവശ്യമല്ല. ഞാൻ പറഞ്ഞത് ഇവിടെ മുസ്ലിമീങ്ങളായി വന്നോളണം എന്നാണ്. എനിക്കതിന്റെ അപ്പുറം വേറെ സംസാരമൊന്നുമില്ല. അതുകൊണ്ട് ബൽ അൻതും ബിഹദിയതികും തഫറഹൂൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഹദിയയും പ്രസന്റേഷനും സമ്മാനങ്ങളും ഒക്കെ വല്ലാതെ സന്തോഷവും ആഹ്ലാദവും ഒക്കെ തോന്നുന്നുണ്ടാകാം. വലിയ സംഗതിയാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നി നിങ്ങൾ വല്ലാതെ സന്തോഷിക്കുന്നുണ്ടാകാം. ഒന്നുമല്ല. അള്ളാഹു എനിക്ക് തന്ന അനുഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്കല്ല തന്നതിനേക്കാളും ധാരാളം കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഈ പണം കൊണ്ടുവന്നിട്ടും ഈ സമ്മാനം കൊണ്ടുവന്നിട്ടും ഒന്നും എന്നെ പാട്ടിലാക്കാൻ നോക്കണ്ട. എന്റെ ലക്ഷ്യം അതൊന്നുമല്ല. അതുകൊണ്ട് വേഗം സ്ഥലം വിട്ടോളൂ. ഇലൈഹിം, രാജ്ഞിയുടെ പട്ടാളക്കാരും അടങ്ങുന്ന ദർബാറിലേക്ക് മടങ്ങിച്ചെല്ല്. ഒരു സമ്മാനങ്ങളും സ്വീകരിക്കാതെ, അതിൽ കണ്ണഞ്ചി മയങ്ങി വീഴാതെ, അമൂല്യമായ രത്നങ്ങളുടെയും വലിയ വലിയ വമ്പൻ സമ്മാനങ്ങളുടെയും ഓഫറുകളുടെയും ശേഖരങ്ങളെ അങ്ങോട്ട് മടക്കി കൊടുത്തയക്കാണ്. കൊണ്ടുപോയിക്കോ, മടങ്ങിപ്പോയിക്കോ. ഇലൈഹിം, ദർബാറിലേക്ക്, രാജാവിന്റെയും അനുയായികളുടെയും അടുത്തേക്ക്, രാജ്ഞിയുടെയും അതുപോലെ തന്നെ പട്ടാളക്കാരുടെയും അടുത്തേക്ക് മടങ്ങിച്ചെല്ല്. എന്നിട്ട് പറയ്, ഫലനഅതിയന്നഹും, ഞങ്ങളിതാ വരിക തന്നെ ചെയ്യും അങ്ങോട്ട്, ഞങ്ങൾ അങ്ങോട്ട് വരിക തന്നെ ചെയ്യുമെന്ന് പറയണം. ബിജുനൂദിൻ, ഒരു പട്ടാളത്തെയും കൊണ്ട്, ഒരു സൈന്യത്തെയും കൊണ്ട്. അത് ബൽഖീസ് ഇതുവരെ കണ്ട പട്ടാളമായിരിക്കില്ല. ഇതുവരെ ബൽഖീസ് മനസ്സിലാക്കിയ ഒരു സൈന്യമായിരിക്കില്ല ഞാൻ കൊണ്ടുവരുന്ന സൈന്യം. ലാ ഖിബല ലഹും ബിഹാ, അവരെ നേരിടാൻ ബൽഖീസിനോ അനുയായികൾക്കോ സാധിക്കില്ല. നിങ്ങൾക്ക് നേരിടാനാവാത്ത ശക്തമായ ഒരു പട്ടാളത്തെയും കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരുന്നത്. അത് പോയി പറഞ്ഞേക്ക്. വന്നാൽ നടക്കാൻ പോകുന്ന സംഗതിയും പറഞ്ഞേക്ക്. വലനുഖരിജന്നഹും മിൻഹാ, ആ നാട്ടിൽ നിന്ന് നാം അവരെ പുറത്താക്കുക തന്നെ ചെയ്യും. അതില്ലത്തൻ, നിന്യന്മാരായ നിലക്ക്. വഹും സാഗിറൂൻ, അവർക്ക് ഇന്നുള്ള ഒരു വിലയും നിലയും ഇനി അവർക്ക് കിട്ടാൻ പോകുന്നില്ല. വളരെ നിസ്സാരരും നിന്ദ്യരുമായ നിലക്ക് രാജ്യത്തിൽ നിന്ന് രാജ്ഞിയും പട്ടാളക്കാരും ഔട്ടാക്കപ്പെടാൻ പോവുകയാണ്, പുറത്താക്കപ്പെടാൻ പോവുകയാണ്. ആ വിവരം പോയിട്ട് രാജ്ഞിയോടും പട്ടാളക്കാരോടും പറഞ്ഞേക്കൂ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ധീരമായ നിലപാടാണ്. വലിയ സമ്മാനായിരുന്നു എന്നാ പറയണത്. അപാരമായ സമ്മാനാണ്. അതൊക്കെ എനിക്ക് അല്ലാഹ് തന്നതോ, ഇതൊക്കെ എവിടെ കിടക്കുന്നത്? പൊയ്ക്കോ, മടങ്ങിച്ചെല്ല്, വിവരം പറ, ഈ വിവരം പറ. ഇതിൽ കുറഞ്ഞൊരു വർത്താനൊന്നും എനിക്കില്ല, മടങ്ങിപ്പൊയ്ക്കോ. ഇത് പറയുകയാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ വാർത്തയും കൊണ്ട് ദൂതന്മാര് മടങ്ങിച്ചെല്ലുകയാണ്. ബിൽഖീസ് രാജ്ഞിക്ക് ആദ്യമേ കത്തിന്റെ ശൈലിയിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്, ഇത് സാധാരണ ഒരു രാജാവല്ല. ദൂതൻ കത്തുകൊണ്ടുവന്നിട്ടത് തന്നെ ഒരു പക്ഷിയാണ്. ഇതും ഒരു സാധാരണ ദൂതന് കഴിയുന്നതല്ല. അതുപോലെ തന്നെ പട്ടാളക്കാര്, ഈ ഉദ്യോഗസ്ഥന്മാര് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൊട്ടാരത്തിൽ വന്നപ്പോൾ കണ്ടിട്ടുള്ള കാഴ്ചകളും ഈ മറുപടിയുമൊക്കെ അവിടെ പോയി കേട്ടപ്പോ ബിൽഖീസ് രാജ്ഞിക്ക് മനസ്സിലായി, ഇത് സാധാരണ നിലക്കുള്ള ഒരു രാജാവല്ല, ഇതിൽ ദിവ്യത്വമുള്ള അഥവാ ദൈവീകമായ സഹായമുള്ള ഒരു രാജാവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി മുസ്ലിം ആവുക തന്നെയാണ് നല്ലത്.
കാരണം അത്രത്തോളം അത്ഭുതങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ നിലക്ക് കാര്യം മനസ്സിലാക്കി ബിൽഖീസും പരിവാരങ്ങളും സബ വിട്ടുകൊണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൊട്ടാരത്തിലേക്ക് പുറപ്പെടുകയാണ്. ആ വിവരം മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു വഹയിലൂടെ അറിയിച്ചു കൊടുക്കുന്നു. അതല്ലെങ്കിൽ വന്ന ഈ കുമരക്കൊത്തി പക്ഷി ഈ അവിടെ നിന്ന് വിവരം കൊടുത്തതില്ല, വിവരവുമുണ്ട്. ഏതോ ആകട്ടെ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വഹയിലൂടെയോ അല്ലാതെയോ കൃത്യമായി വിവരം കിട്ടിയിട്ടുണ്ട്. എന്ത്? അതാ ബിൽഖീസ് രാജ്ഞിയും സൈന്യങ്ങളും ഈ രാജ്യത്തേക്ക് ഫലസ്തീനിലേക്ക് ബൈത്തുൽ മുഖദ്ദസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട്, അഥവാ ഈ രാഷ്ട്രത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്റെ അടുത്തേക്ക് കീഴൊതുങ്ങിയവരായി മുസ്ലിമീങ്ങളായി വരാൻ നിൽക്കുകയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് മനസ്സിലായി. ഇവരയിൽ ശരിക്കും കൃത്യമായി സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഉത്ബോധനത്തിൽ അവർ ശരിക്കും പഠിച്ചു. ബിൽഖീസ് രാജ്ഞി ബുദ്ധിമതിയാണ്. അവർക്ക് മനസ്സിലായി ഇതൊരു സാധാരണ രാജാവല്ല, ഇത് അത്ഭുതകരമാണ്, ഇത് അത്ഭുതകരമാണ്. മാത്രല്ല കത്തിലെ പ്രമേയം തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചാ പരിചയപ്പെടുത്തുന്നത്. മാത്രല്ല വമ്പിച്ച സമ്മാനങ്ങൾ കൊണ്ടുപോയിട്ട് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. ഒരിക്കലും രാജ്ഞി പ്രതീക്ഷിച്ചില്ല. കാരണം ഒരു ഭൗതിക നേട്ടം ആഗ്രഹിക്കുന്ന, രാജ്യം വന്ന് ജയിച്ചടക്കാനും രാജ്യത്തുള്ള ഭൗതിക നേട്ടങ്ങൾ പിടിച്ചടക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു രാജാവാണെങ്കിൽ ഇങ്ങനെ ഏതാണ്ട് സമ്മാനത്തിലൊക്കെ വീഴും. പക്ഷെ അതിനൊന്നുമില്ല. ഒരു രൂപത്തിലുള്ള ജയിച്ചടക്കലും സൈനികമായ അട്ടിമറിയും കൂടാതെ തന്നെ വമ്പിച്ച സമ്മാനങ്ങളാ കൊണ്ടുപോയി മുമ്പിൽ വെച്ച് കൊടുത്തത്. അതിനൊന്നും വഴങ്ങിയില്ലല്ലോ. അപ്പൊ മനസ്സിലാക്കി ബിൽഖീസ് രാജ്ഞിക്ക് മനസ്സിലായി ഇതൊരു സാധാരണ നിലക്കുള്ള ഒരു രാജാവല്ല. കാര്യം മനസ്സിലാക്കിയിട്ടവര് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആവശ്യപ്പെട്ടതുപോലെ തന്നെ കീഴൊതുങ്ങിയവരായ നിലക്ക് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് ബിൽഖീസ് രാജ്ഞിയും പട്ടാളവും പുറപ്പെടുകയാണ്. ആ വിവരം സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മനസ്സിലായി. അന്നേരം മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് മറ്റൊരു കാര്യം കൂടി ചെയ്യണം. അതെന്താ? രാജ്ഞി വരുമ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു നൽകി അനുഗ്രഹിച്ചിട്ടുള്ള മഹത്തായ അത്ഭുതങ്ങൾ, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ മഹത്വം, അതിന്റെ നാഥന്റെ കഴിവ്, ഇസ്ലാം എന്ന് പറയുന്ന ദീനിന്റെ ആ ശരീഅത്തിന്റെ നിർമ്മാതാവായ അല്ലാഹു റബ്ബുൽ ആലമീനിന്റെ മഹത്വം, കഴിവ്, ഖുദറത്ത്, ഇതൊക്കെ രാജ്ഞിക്കൊന്ന് മനസ്സിലാകുന്ന നിലക്ക് ഒരു ദൃഷ്ടാന്തം അവരെ കാണിക്കണം. അവര് വരുമ്പോ തന്നെ ഒരു ദൃഷ്ടാന്തം അവരെ കാണിക്കണം. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ തീരുമാനമെടുത്തു. അദ്ദേഹം തന്റെ രാജദർബാർ വിളിച്ചുകൂട്ടി. തന്റെ ദർബാറിലുള്ള സൈനിക പട്ടാളക്കാരെ, ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരെയും വിളിച്ചുകൂട്ടി. ആരൊക്കെയുണ്ട്? സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദർബാറിലെ പട്ടാളം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം, അതിൽ മനുഷ്യര് മാത്രമല്ല, ജിന്നുകളുണ്ട്. ആ ജിന്നുകളിലെ തന്നെ ചെകുത്താന്മാര്, ശൈത്താന്മാരുണ്ട്. അതുപോലെ തന്നെ പക്ഷികളുണ്ട്, പലരുമുണ്ട്. അങ്ങനെയുള്ള ഒരു സേനാ പട്ടാളമാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം രാജദർബാർ വിളിച്ചുകൂട്ടിയിട്ട് ചോദിക്കുകയാണ്, ഖാല യാ അയ്യുഹൽ മലഉ അയ്യുകും യഅതീനി ബിഅർശിഹാ ഖബ്ല അൻ യഅതൂനി മുസ്ലിമീൻ. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം മൊത്തത്തിലുള്ള ഒരു ഓർഡർ ഇടുകയാണ്. ഒരു ഓർഡർ. കാരണം രാജാവാണ്, രാജാവിന് അണികളോട് ഏത് കാര്യത്തിനും ഓർഡർ കൊടുക്കാം. ഒരു ഓർഡറാണ്. എന്താണ് ഓർഡർ? നിങ്ങളുടെ കൂട്ടത്തിൽ ആര് തയ്യാറുണ്ട്? ബിൽഖീസിന്റെ സിംഹാസനം, വലിയ സിംഹാസനാണ് മരക്കൊത്തി പക്ഷി വന്ന് പറഞ്ഞിട്ടുണ്ട്. വലഹാ അർശുൻ അദീം, വമ്പിച്ച സിംഹാസനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സിംഹാസനം അങ്ങോട്ട് എത്തിക്കണം. ഖബ്ല അൻ യഅതൂനി മുസ്ലിമീൻ, അവരെന്റെ അടുക്കൽ മുസ്ലിമീങ്ങളായി ഇവിടെ എത്തുന്നതിന്റെ മുമ്പേ തന്നെ, അവരവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. അവരിങ്ങോട്ട് എത്തുന്നതിന്റെ മുമ്പേ തന്നെ അവരുടെ സിംഹാസനം ഇങ്ങോട്ട് എത്തിക്കണം. ആ അത്ഭുതം അവര് കാണണം. കാരണം രാജ്ഞി രാജ്യത്തിൽ നിന്ന് പുറപ്പെട്ടു പോകുമ്പോ ബന്ദവസ്ഥായിട്ട് ശക്തമായി സിംഹാസനവും അത് വെച്ചിട്ടുള്ള റൂമൊക്കെ പൂട്ടിട്ട്, നല്ല താഴ്ത്ത് പൂട്ടിട്ട് ഭദ്രമാക്കി കാവൽക്കാരി നിർത്തിയിട്ടാ വരിക. പെട്ടെന്നൊരു രാജ്യത്തിന് വേറെ രാജാവ് പുറത്തേക്ക് പോവില്ലല്ലോ. അതങ്ങോട്ട് എത്തിക്കണം, അതിങ്ങോട്ട് കൊണ്ടുവരണം. ഓർഡർ ഇടാണ്. ആ ഓർഡർ ഇടുന്ന സമയത്ത് ജിന്നുകളിൽപ്പെട്ടവരും മല്ലൻ പറഞ്ഞു. അവരുടെ കൂട്ടത്തിലെ ഏറ്റവും കെങ്കേമനാണ്, അതാണ് ഇഫ്രീത്ത്. ഇഫ്രീത്തും മിനൽ ജിന്നി, ജിന്നുകളിൽ വെച്ച് അതിശക്തനായ ഒരു മല്ലൻ പറഞ്ഞു, അന ആതീക ബിഹി, ഞാനത് താങ്കൾക്ക് മുമ്പിൽ കൊണ്ടുവന്ന് തരാം.
ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക, നിങ്ങൾ ഈ സ്ഥാനത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പേ വ ഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ, തീർച്ചയായും ഞാൻ അതിന് ശക്തിയുള്ളവൻ തന്നെയാണ്, വിശ്വസ്തനുമാകുന്നു. എന്താണ് ഇവിടെ ഈ ഇഫ്രീത്ത്? ഇവിടെ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പട്ടാളം എന്ന് പറയുന്നത് അതുകൂടി സാന്ദർഭികമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പട്ടാളക്കാരിൽ അല്ലാഹു ഖുർആനിൽ പലയിടത്തും പറയുന്നുണ്ട്, വമിനശ് ശയാത്തീനി മൻ യഗൂസൂന ലഹു വയഅമലൂന അമലൻ ദൂന ദാലിക വകുന്നാ ലഹും ഹാഫിളീൻ. സൂറത്തുൽ അംബിയായിലെ 82ാമത്തെ ആയത്ത്, വമിനശ് ശയാത്തീനി, പിശാചുക്കളിൽ നിന്നും അല്ലാഹു തആല സുലൈമാൻ നബി അലൈഹിസ്സലാമിന് കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു. മൻ യഗൂസൂന ലഹു, സുലൈമാൻ നബിക്ക് വേണ്ടി സമുദ്രത്തിൽ പോയി മുത്തും പവിഴവുമൊക്കെ വാരിക്കൊണ്ടുവരുന്ന മുങ്ങൽ വിദഗ്ധരെ, ശൈത്താന്മാരെ സുലൈമാൻ നബി അലൈഹിസ്സലാം ഓർഡർ ഇടുമ്പോ സമുദ്രത്തിന്റെ അഗാധ തലങ്ങളിൽ പോയിട്ട് വിലയേറിയ അമൂല്യമായ മുത്തും പവിഴൊക്കെ മുങ്ങിന് കൊണ്ടുവരും. അങ്ങനെ പണിയെടുത്തു കൊടുക്കുന്ന ശൈത്താന്മാരെ അദ്ദേഹത്തിന് അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു. വയഅമലൂന അമലൻ ദൂന ദാലിക, ഇത് കൂടാതെയുള്ള കുറെ പണികളും അവർ ചെയ്തിരുന്നു. വേറെയും പല പണികളും ശൈത്താന്മാർ ചെയ്തു കൊടുത്തിരുന്നു. വകുന്നാ ലഹും ഹാഫിളീൻ, നാം അവരെ സംരക്ഷിക്കുന്നവർ തന്നെയായിരുന്നു. അല്ലാഹു പറയാണ്, അവരുടെ കാര്യത്തിൽ നാം സംരക്ഷിച്ചിരുന്നവർ തന്നെയാണ്. പിന്നെയും അല്ലാഹു സൂറത്ത് സബയിലെ 13ാമത്തെ ആയത്തിൽ പറയുന്നു, വമിനൽ ജിന്നി മൻ യഅമലു ബൈന യദൈഹി ബിഇദ്നി റബ്ബിഹി വമൻ യസിഗ് മിൻഹും അൻ അംരിനാ നുദിഖുഹു മിൻ അദാബിസ് സഈർ യഅമലൂന ലഹു മാ യശാഉ മിൻ മഹാരീബ വതമാസീല വജിഫാനിൻ കൽജവാബി വഖുദൂരിർ റാസിയാത്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ ജിന്നുകൾ പണിയെടുത്തു കൊടുത്തിരുന്ന പണികളാ പറയുന്നത്. വമിനൽ ജിന്നി, ജിന്നുകളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു, മൻ യഅമലു ബൈന യദൈഹി, അദ്ദേഹത്തിന്റെ മുമ്പിൽ തൊഴിൽ ചെയ്യുന്ന ജിന്നുകൾ ബിഇദ്നി റബ്ബിഹി, അല്ലാഹുവിന്റെ പ്രത്യേക അനുമതി പ്രകാരം. സാധാരണ ഒരു മനുഷ്യന് ജിന്നുകളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പറ്റൂല. ഇത് സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ അല്ലാഹ് ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. സുലൈമാൻ നബി പറഞ്ഞാണ് കേൾക്കും. ആ നിലക്ക് അല്ലാഹ് കീഴ്പ്പെടുത്തി കൊടുത്തു അവരെ അദ്ദേഹത്തിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ അനുമതി പ്രകാരം. അതാണ് പ്രത്യേകമായ റബ്ബിന്റെ അനുമതി ഉണ്ടെങ്കിൽ അത് നടക്കുള്ളൂ. സാധാരണ ഒരു മനുഷ്യന് ഒരു ജിന്നിനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ അല്ലാഹ് ബിഇദ്നി റബ്ബിഹി, തന്റെ രക്ഷിതാവിന്റെ അനുവാദപ്രകാരം സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ വേല ചെയ്തിരുന്ന ജിന്നുകൾ ഉണ്ടായിരുന്നു. എന്നിട്ട് അല്ലാഹു പറയണം അവരെ കുറിച്ച്, വമൻ യസിഗ് മിൻഹും, അവരിൽ നിന്ന് ആരെങ്കിലും തെറ്റിപ്പോയാൽ അൻ അംരിനാ, നമ്മുടെ ഓർഡറിൽ നിന്ന്, അല്ലാഹു പറഞ്ഞ കൽപ്പനയിൽ നിന്ന് ആരെങ്കിലും തെറ്റിപ്പോയാൽ നുദിഖുഹു മിൻ അദാബിസ് സഈർ, കത്തിയാളുന്ന നരകത്തീയുടെ ശിക്ഷ നാം അവർക്ക് ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യും. ഗൗരവത്തോടെ അല്ലാഹു അവരോട് നിർദ്ദേശിച്ചത് തന്നെയാണത്. അതുകൊണ്ട് അവരത് ചെയ്യും. യഅമലൂന ലഹു മാ യശാ, സുലൈമാൻ നബി അലൈഹിസ്സലാം ഉദ്ദേശിക്കുന്ന പണി അവർ ചെയ്തു കൊടുത്തിരുന്നു. മിൻ മഹാരീബ, വമ്പിച്ച കൂറ്റൻ കെട്ടിടങ്ങൾ നിർമ്മിച്ചു കൊടുത്തിരുന്നു. മഹാരീബ്, മണ്ഡപങ്ങൾ പോലെ വലിയ 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 പടുകൂറ്റൻ ടവറുകൾ, പടുകൂറ്റൻ കെട്ടിടങ്ങൾ. മഹാരീബ് മിഹ്റാബ് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ ഇതാ മിഹ്റാബ് എന്ന് പ്രയോഗിക്കാറുണ്ട്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി തയ്യാറാക്കുന്ന കൊച്ചു മണ്ഡപങ്ങൾക്ക് മിഹ്റാബ് എന്ന് പറയാറുണ്ട്. പക്ഷേ ഭാഷയിൽ വലിയ ടവറുകൾക്കും വമ്പിച്ച പടുകൂറ്റൻ കെട്ടിടങ്ങൾക്കും സൗധങ്ങൾക്കുമൊക്കെ മഹാരീബ് എന്ന് പറയും. ഇവിടെ അതാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. വൻ സൗധങ്ങൾ നിർമ്മിച്ചു കൊടുത്തിരുന്ന ജിന്നുകളുണ്ട്. വലിയ വലിയ രൂപങ്ങളെ, പ്രതിമകളെ, അതേ കൊട്ടാരങ്ങളുടെയും അതുപോലെ തന്നെ ബിൽഡിങ്ങുകളുടെയും ആ രൂപത്തിലുള്ള മറ്റേതൊക്കെയോ രൂപങ്ങളും നിർമ്മിച്ചു കൊടുത്തിരുന്ന ആളുകളുണ്ട്. വമ്പിച്ച ജലാശയങ്ങളെ പോലെയുള്ള വമ്പിച്ച തൊട്ടിപ്പാത്രങ്ങൾ, പിന്നെ ജിഫാൻ, ജവനകൾ. ജവന എന്ന് പറഞ്ഞാൽ സാധാരണ വെള്ളം നടക്കുന്ന ജവനയൊന്നും അല്ല. അതാ പറയുന്നത് എന്ത്, കൽ ജവാബീർ, ജലാശയങ്ങളെ പോലെ. ഒരു കൊളാണ് തോന്നും കണ്ട അങ്ങനത്തെ പാത്രങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനത്തെ വെള്ളം നിറക്കാനുള്ള ജലസംഭരണികളാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. വഖുദൂരിർ റാസിയാത്ത്, ഇളകാതെ മണ്ണിൽ ഉറച്ചു നിൽക്കുന്ന വമ്പിച്ച ഭക്ഷണങ്ങൾ തയ്യാറാക്കാവുന്ന പാചകപാത്രങ്ങൾ.
ഖുദൂർ, ഖിദർ, ചട്ടികള്, വലിയ ഭക്ഷണങ്ങൾ തയ്യാറാക്കാൻ പറ്റിയ വലിയ പാത്രങ്ങൾ, ഇളകൊന്നുള്ളത്, അങ്ങനത്തതൊക്കെ നിർമ്മിച്ചു കൊടുത്തിരുന്നു. ഇത് സൂറത്ത് സബയിലെ 13-ാമത്തെ ആയത്ത്. സ്വാദിലും അല്ലാഹു തആല പറയുന്നുണ്ട്, വശയാതീന കുല്ല ബന്നാഇൻ വഗവ്വാസ് വആഖരീന മുഖറനീന ഫിൽ അസ്ഫാദ്. വശയാതീന, പിശാചുക്കളെയും സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു. കുല്ല ബന്നാ, അവര് വലിയ നിർമ്മാണ വിദഗ്ധരായിരുന്നു. എല്ലാ നിർമ്മാണത്തിനും കഴിവുള്ള ജിന്നുകൾ. വഗവ്വാസ്, ഏത് ആഴികളിലും അഗാധമായ ആഴങ്ങളിലും പോയി മുത്തുമ്പഴവും വാരിക്കൊണ്ടുവരുന്ന മുങ്ങൽ വിദഗ്ധര്. വആഖരീന, വേറെ കുറെ ആളുകൾ. മുഖറനീന ഫിൽ അസ്ഫാദി, ചില മുരട്ട് ചിന്താഗതിയുള്ളവരുണ്ടാവും. മുഖറനീന ഫിൽ അസ്ഫാദി, ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട നിലക്ക് സുലൈമാൻ നബിയുടെ മുമ്പിൽ വേറെയുണ്ട്. എങ്ങനെ അവർ ബന്ധിക്കപ്പെട്ടു എന്ന് നമുക്കറിഞ്ഞൂടാ. അല്ലാഹു തആല പറയുന്നത്, ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട നിലക്കുള്ള കുറെ ശൈത്താന്മാരും ജിന്നുകളും ഉണ്ട് മൂപ്പരെ മുമ്പിൽ, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ. അപ്പൊ ഇതാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പട്ടാളം. ആ പട്ടാളക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഞാനിത് പറയുന്നത് എന്തിനാ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ മനുഷ്യന്റെ കഴിവിന് അതീതമായ ഒരു കാര്യം, സൃഷ്ടികളുടെ കഴിവിന് അതീതമായ കാര്യം അള്ളാഹിനോടല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. ഇത് അള്ളാഹു അല്ലാത്തവരോടും ചോദിക്കാലോണ്. മൊയ്തീശയെ രക്ഷിക്കണേ, എതിരിങ്ങളെ കാക്കണേ, ഇങ്ങനെ മനുഷ്യരുടെ കഴിവിന് അപ്പുറത്തുള്ളവരെ കേൾക്കും കാണാനും കൊണ്ടുവരാനും ഒക്കെ മഹാത്മാക്കളോട് ചോദിക്കാം. അതിനെന്താ തെളിവ്? ഖുർആനിൽ സുലൈമാൻ നബി ഇങ്ങനെ ചോദിച്ചില്ലേ, 10,500 കിലോമീറ്റർ ദൂരെയുള്ള ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം ഇങ്ങോട്ട് കൊണ്ടുവരണം. അതൊരു മനുഷ്യന് കഴിയുന്ന കാര്യമാണോ? അതൊരു കഴിയാത്ത കാര്യമല്ലേ? അതൊരു അഭൗതികമായ കാര്യമല്ലേ? ഒരു അഭൗതികമായ കാര്യകാരണ ബന്ധമൊന്നും അതിലില്ലല്ലോ. വല്ലാത്തൊരു അത്ഭുതമുള്ള കാര്യമല്ലേ? അങ്ങനെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തേടിയില്ലേ എന്നാണ് പറയുന്നത്. എന്തിന്? മുഹ്ദിശയെ രക്ഷിക്കണേന്ന് നമ്മൾ ഇവിടുന്ന് വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവെന്താ? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പട്ടാളക്കാരോട് ചോദിച്ചത്, അയ്യുക്കും യഅ്തീനി ബി അർശിഹാ ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ, അവരിങ്ങോട്ട് മുസ്ലിമീങ്ങളായിട്ട് വന്നെത്തുന്നതിന്റെ മുമ്പ് അവളുടെ ആ രാജസിംഹാസനം നിങ്ങളിൽ ആരെനിക്ക് കൊണ്ടുവന്നു തരും? ഇവിടെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ ആരോടും ഒന്നും തേടിയിട്ടില്ല. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം രാജാവാണ്, ഓർഡർ ഇടുകയാണ്. ഓർഡർ ഇടുന്നത് ആരോടാ? കഴിയാത്തവരോടല്ല. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ പട്ടാളക്കാരിൽ അതിനൊക്കെ കഴിയുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഉടനെ തന്നെ ഒരാൾ നീറ്റുന്നിട്ട് എന്ത് പറയുന്നത്? ജിന്നുകളിൽപ്പെട്ടവരും മല്ലൻ പറഞ്ഞു, അനാതീക ബിഹി, ഞാൻ നിങ്ങൾക്കത് കൊണ്ടുവന്ന് തരാം. ഖബല അൻ തഖൂമ മിൻ മഖാമിക, നിങ്ങളുടെ ഈ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നതിന്റെ മുമ്പ്. അതെന്താ ഉദ്ദേശം? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം രാജദർബാറിൽ ഒരു മീറ്റിംഗിൽ ഇരുന്നാൽ ഏതാണ്ട് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞാലാണ് ആ യോഗം പിരിച്ചുവിടുക. അപ്പൊ ഏകദേശം ഒരു 3 മണിക്കൂർ ആ മീറ്റിംഗ് പിരിച്ചുവിടാൻ വൈകുന്നേരം ഉച്ചയോടടുത്ത സമയത്ത് ഏതാണ്ട് 2-3 മണിക്കൂറാണ് ഏതാണ്ട് ആ മീറ്റിംഗ് ഉണ്ടാവുകയെന്നാണ് ആ രാജദർബാർ വിളിച്ചു കൂട്ടിയാൽ. അപ്പൊ അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ്, അഥവാ നിങ്ങൾ ഈ രാജസിംഹാസനത്തിൽ നിന്ന് ഇന്നത്തേതായ ഈ രാജദർബാറിന്റെ യോഗം വിളിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ, ഇത് പിരിച്ചുവിടുന്നതിന്റെ മുമ്പേ അലാ തഖൂമ മിൻ മഖാമിക, നിങ്ങൾ ഇവിടുന്ന് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് ഞാൻ സാധനം കൊണ്ടുവന്നു തരാം. അത് പറഞ്ഞപ്പോ അദ്ദേഹം എന്താ പറഞ്ഞത്? അത് നമ്മൾ മനസ്സിലാക്കണം. ഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ, എനിക്കതിന് കഴിയും, തീർച്ചയായും എനിക്ക് ലഖവിയും, ഞാൻ അതിന് ശക്തിയുള്ളവനാണ്, അഥവാ എനിക്കതിന് ശക്തിയുണ്ട് എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറിന്റെ ഉള്ളിൽ 1500 കിലോമീറ്ററിലോട്ട് പോയിട്ട് വരണം. അപ്പൊ 1500 അങ്ങോട്ട് പോയപ്പോഴല്ലോ ഇങ്ങോട്ടും വരണ്ടേ? 3000 കിലോമീറ്റർ. 3 മണിക്കൂറിൽ 3000 കിലോമീറ്റർ താണ്ടണമെങ്കിൽ 1000 കിലോമീറ്റർ 1000 സ്പീഡിൽ പോണം. ഈ ഫിരീത്തിന്, ആ കൂട്ടത്തിൽ ഈ ഫിരീത്തിന് കഴിയും. അയാളെ കഴിവാണ് അയാളാ പറഞ്ഞത്, അയാൾക്ക് കഴിയുന്ന കഴിവാണ് അയാളാ പറഞ്ഞത്. അതുകൊണ്ട് അയാൾ പറയണത് ഇന്നി അലൈഹി ലഖവിയ്യുൻ, ഞാൻ അതിന് ശക്തിയുള്ളവനാണ്, എനിക്കതിന് കഴിയുമെന്ന്. പിന്നെ പറഞ്ഞ എന്താ? അമീൻ, ഞാൻ വിശ്വസ്തനാണ്. ആ സിംഹാസനാവുമ്പോ സാധാരണ ഒരു കസേരയും ഒരു സാധാരണ ഒരു വ്യക്തിയുടെ ഇരിപ്പിടം എന്നല്ല, രാജ്ഞിയുടെ സിംഹാസന കൊണ്ടുവരുന്നത്. അത് അമൂല്യമായിരിക്കും, അതിൽ ഒരുപാട് രത്നങ്ങൾ ഉണ്ടാകും, അമൂല്യമായ പലതും ഉണ്ടാകും. ഞാൻ ഒന്നും തട്ടിയെടുക്കൂല, ഞാനത് ഇവിടെ സൂക്ഷ്മതയോടെ അമാനത്തോടെ ഇവിടെ എത്തിക്കും. ഞാൻ അമീനാണ്, ഞാൻ സത്യസന്ധനാണ്, ഞാൻ വിശ്വസ്തനാണ് എന്ന് പറയും. അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ വെച്ച് ഇങ്ങനെ ഒരാൾ പറയുമ്പോ, ഇനി അടുത്ത വാചകം നോക്കൂ. قال الذي عنده علم من الكتاب, അന്നേരം വേദഗ്രന്ഥത്തിൽ നിന്ന് പ്രത്യേകമായ ഒരറിവുള്ള ഒരു വ്യക്തി പറഞ്ഞു,
അന ആതീക ബിഹി, ഞാനത് നിങ്ങൾക്ക് കൊണ്ടുവന്നു തരാം. ഖബ്ല അൻ യർതദ്ദ ഇലൈക തറഫുക, നിങ്ങൾ കണ്ണ് ചിമ്മി മിഴിക്കുന്നതിന്റെ മുമ്പേ, നിങ്ങൾ കണ്ണ് ചിമ്മി തുറക്കുന്നതിന്റെ മുമ്പേ ഞാൻ കൊണ്ടുവന്നു തരാം. തുടർന്നു കൊണ്ട് പറയാണ്, ഫലമ്മാ റആഹു, സുലൈമാൻ നബി അലൈഹിസ്സലാം ആ ബിൽഖീസിന്റെ സിംഹാസനം കണ്ടപ്പോൾ, മുസ്തഖിറൻ ഇൻദഹു, തന്റെ അടുക്കൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നതായി കണ്ടപ്പോൾ, ഖാല, അദ്ദേഹം പറയാണ്, ഹദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. ലിയബ്ലുവനി, അവൻ എന്നെ പരീക്ഷിക്കുകയാണ്. അഷ്കുറു, ഞാൻ നന്ദി കാണിക്കുന്നവനാണോ? അമ്മ കുഫ്ർ, അതല്ല ഞാൻ നന്ദി കെട്ടവനാണോ? വമൻ ശകറ, ആരെങ്കിലും നന്ദിയാണ് കാണിക്കുന്നതെങ്കിൽ ഫഇന്നമാ യഷ്കുറു ലിനഫ്സിഹി, അവൻ തനിക്ക് തന്നെ ഉപകാരത്തിനാണ് നന്ദി കാണിക്കുന്നത്. വമൻ കഫറ, ഇനി ആരെങ്കിലും നന്ദി കേട് കാണിച്ചാലോ, ഫഇന്ന റബ്ബി, നിശ്ചയം എന്റെ റബ്ബിന് ഒരാളെ നന്ദിയും ആവശ്യമില്ലാത്തത്ര ഗനിയും കരീം, അവൻ ഏറെ സമ്പന്നനാണ്, ഐശ്വര്യവാനാണ്, കരീം, ഉദാരനുമാകുന്നു. ഇതാണ് ഇവിടെ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ന്റെ ആ സംഭവത്തിൽ തുടർന്നുകൊണ്ട് പറയുന്നത്. ഇനി നമ്മൾ ആലോചിക്കാം, ആരാണ് ഈ അല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ്? വേദഗ്രന്ഥത്തിൽ നിന്ന് പ്രത്യേകമായ അറിവ് കിട്ടിയിട്ടുള്ള ഒരു വ്യക്തി അതാരാണ്? മുഫസ്സിരീങ്ങൾക്കിടയിൽ രണ്ട് മൂന്ന് അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, ഒരു മലക്കായിരുന്നു അത് പറഞ്ഞത് എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. അദ്ദേഹത്തിനെ പെട്ടെന്ന് കൊണ്ടുവരാലോ. അതേ അവസരത്തിൽ ഇത് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്നെയാണ് പറഞ്ഞത് എന്നാണ് മറ്റൊരു അഭിപ്രായം. ഇമാം റാസി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നത്, ഈ കണ്ണ് വെട്ടുന്നതിന്റെ മുമ്പ് കൊണ്ടുവരാന്ന് പറഞ്ഞ ആൾ ആരെന്നെയാണ്? സുലൈമാൻ നബി തന്നെയാണ്. അപ്പൊ പിന്നെ ആന ആതീക ബിഹി എന്ന് പറഞ്ഞതോ ആരോടായി പറയുന്നത്? ഇഫ്രീത്തിനോട്. ഇഫ്രീത്ത് പറഞ്ഞല്ലോ. ഇഫ്രീത്ത് എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങൾ ഇവിടുന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് കൊണ്ടുവരാ. അപ്പൊ സുലൈമാൻ നബി അലൈഹിസ്സലാം പറയണ്, അതുപോരാ, നിന്നേക്കാണ പവർ എനിക്ക് അള്ളാഹ് തന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നിലൂടെ അപാരമായ അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കും. അവിടെ കണ്ണിമ വെട്ടുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരും. സുലൈമാൻ നബി തന്നെയാണ് ആ പറഞ്ഞത്. അപ്പൊ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു മുഅ്ജിസത്ത. കാരണം ഈ അല്ലദീ ഇൻദഹു ശരിക്കും മനസ്സിലാക്കി വെക്കണം. അല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബി, കണ്ണിമ വെട്ടുന്നതിന്റെ മുമ്പ് കൊണ്ടുവരാന്ന് പറഞ്ഞ ആള് എന്ത് പറഞ്ഞില്ല? ഇഫ്രീത്ത് പറഞ്ഞപ്പോ പറഞ്ഞ വാചകം പറഞ്ഞില്ല. എന്താ ഇഫ്രീത്ത് പറഞ്ഞത്? ഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ, എനിക്കതിന് ശക്തിയുണ്ട്, എനിക്കതിന് കഴിവുണ്ട്, അതെന്റെ കഴിവാണ്, ഞാൻ വിശ്വസ്തനുമാണ്. കണ്ണിമ വെട്ടുന്നതിന് മുമ്പ് കൊണ്ടുവരാന്ന് പറഞ്ഞ ആൾ ആരാവട്ടെ എന്ത് പറഞ്ഞില്ല? വൈന്നി അലൈഹി ലഖവിയ്യുൻ എന്ന് പറഞ്ഞില്ല, എനിക്കതിന് പവറുണ്ട് എന്ന് പറഞ്ഞില്ല. കാരണം എന്താ അറിയോ? ഈ നടക്കാൻ പോണ സംഗതി അഭൗതികമായ കാര്യമാണ്. മനുഷ്യനെ കൊണ്ടും ജിന്നുകളെ കൊണ്ടൊന്നും കഴിയാത്ത കാര്യം വരാൻ പോകും. അപ്പൊ ഇവിടെ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആഗ്രഹിക്കുന്നു, അള്ളാന്റെ നിർദ്ദേശപ്രകാരം ആ സിംഹാസനം ഞൊടിയിട കൊണ്ട് ആരുടെ മുമ്പിൽ എത്തുന്നു? സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ എത്തുന്നു. ഒരു വ്യാഖ്യാനം ഇമാം റാസി, അദ്ദേഹത്തിന്റെ ഫഖ്റുദ്ദീൻ റാസി തഫ്സീർ റാസിയിൽ ഈ പറഞ്ഞ ആള് സുലൈമാൻ നബി അലൈഹിസ്സലാം തന്നെയാണ് 5ഓളം തെളിവുകൾ നിരത്തിക്കൊണ്ട് അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട്. ഇത് സുലൈമാൻ നബി തന്നെയാണ്, അല്ലാത്തൊരാളായ ശരിയാവില്ലാന്നാണ് അദ്ദേഹം പറയുന്നത് തഫ്സീർ റാസി. എന്നാൽ വേറെ ചില മുഫസ്സിരീങ്ങൾ വേറെ ചില അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. സുലൈമാൻ നബിയാണെന്ന് പറഞ്ഞവരുണ്ട്. കൂട്ടത്തിൽ വേറെ ചിലർ പറയുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ പട്ടാളത്തിൽ ഉണ്ടായിരുന്ന ആസിഫ് ബിൻ ബർഖിയ എന്ന് പറയുന്ന ഒരു സ്വാലിഹായ മനുഷ്യനായിരുന്നു. ആ സ്വാലിഹായ മനുഷ്യന്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹത്തിന് അല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബി, വേദഗ്രന്ഥത്തിൽ നിന്നുള്ള ചില പ്രത്യേക അറിവുകൾ നൽകപ്പെട്ട ഒരു വ്യക്തി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അദ്ദേഹത്തിന് ഇസ്മുൽ അഅ്ളം അറിയാമായിരുന്നു എന്ന് പറഞ്ഞാൽ, അള്ളാഹിനോട് ആ നാമം കൊണ്ടൊരു കാര്യമാണ് പറഞ്ഞാൽ നൊടിയിട കൊണ്ട് കാര്യം സാധിക്കും. അങ്ങനത്തെ ഇസ്മുൽ അഅ്ളം എന്ന ദുആ അദ്ദേഹത്തിന് പ്രത്യേകമായി അറിവുണ്ടായിരുന്നു എന്നും, അങ്ങനെ അദ്ദേഹം ഉടനെ തന്നെ വുളൂ ചെയ്ത് 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് അദ്ദേഹത്തിന് ലഭിക്കപ്പെട്ട ഈ അമൂല്യമായ ഈ ഇസ്മുൽ അഅ്ളം മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് അള്ളാഹുവേ അള്ളാഹുവേ എന്ന് വിളിച്ച് യാദൽ ജലാലി വൽ ഇക്റാം ചില റിപ്പോർട്ടുകളിൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന വരെ കൊടുത്തതായി നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് അദ്ദേഹം പ്രാർത്ഥിച്ചത് എന്ന്? യാ ഇലാഹനാ വ ഇലാഹ കുല്ലി ശൈഇൻ ഇലാഹൻ വാഹിദ ലാ ഇലാഹ ഇല്ലാ അൻത ഇഅ്തിനി ബിഅർശിഹാ, സിംഹാസനം ഇവിടെ എത്തിക്കണേ എന്ന് അള്ളാഹിനോട് പറഞ്ഞു.
അങ്ങനെ വെച്ചാലും എന്തേ പ്രശ്നമുള്ളൂ? അവിടെ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ തന്നെയുള്ള ഒരു നല്ലവനായ ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു കാര്യം അള്ളാഹിനോട് ഉടനെയാണ് പറഞ്ഞാൽ ഉടനെയാണ് കൊണ്ടുവരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അറിയാം. അപ്പൊ അദ്ദേഹം ആയിരിക്കും പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതാണെങ്കിലോ അദ്ദേഹമാണോ കൊണ്ടുവരുന്നത്? രണ്ടാണെങ്കിലും സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആണെങ്കിൽ അത് മുഅ്ജിസത്ത്, ആസിഫ് ബിൻ ബർഖിയ എന്ന് പറയുന്ന സ്വാലിഹായ മനുഷ്യനാണെങ്കിൽ അത് കറാമത്ത്. രണ്ടാണെങ്കിലും സുലൈമാൻ നബി അലൈഹിസ്സലാം ആണെങ്കിലും ആസിഫ് ബിൻ ബർഖിയ ആണെങ്കിലും ആ കൊണ്ടുവന്നത് അവർ രണ്ടാളുടെയും എന്തല്ല, കഴിവല്ല. ആരുടെ കഴിവാ? അള്ളാഹ് ചെയ്യുന്നത്. മുഅ്ജിസത്തുകളൊക്കെ അങ്ങനെയാണ്, അള്ളാഹയാണ് കൊണ്ടുവരുന്നത്, അള്ളാഹ് ചെയ്യുന്നത്, ഇവരുടെ കഴിവല്ല. അതേ അവസരത്തിൽ ഇഫ്രീത്ത് പറഞ്ഞതോ ഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ, എനിക്കതിന് കഴിവുണ്ട് എന്നാ പറഞ്ഞത്. അത് അവന്റെ കഴിവപ്പെട്ടതാണ്. അതിനേക്കാണ് കഴിവുള്ള വേറെ ആൾക്കാർ അവർ കൂട്ടത്തിൽ ഉണ്ടാവില്ല. ജിന്നുകൾക്ക് ഓരോരുത്തർക്കും പല കഴിവാണ്. ഇവരെ കൂട്ടത്തിൽ ഇഫ്രീത്തിന്റെ കഴിവാണ് ആ പറഞ്ഞത്, അവനിക്കുള്ള കഴിവാണ് അവൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ രണ്ടായിരുന്നാലും സുലൈമാൻ നബി ആയിരുന്നാലും ആസിഫ് ബിൻ ബർഖിയ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നാലും ആരായിരുന്നാലും കൊണ്ടുവരുന്നത് അങ്ങകലെയുള്ള ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിക്കുക എന്നുള്ള പണി ആരല്ല ചെയ്യുന്നത്? സുലൈമാൻ നബി അലൈഹിസ്സലാം ആവട്ടെ ആസിഫ് ബിൻ ബർഖിയ എന്ന വ്യക്തിയാവട്ടെ ആരായിരുന്നാലും അവർ രണ്ടാളുമല്ല ചെയ്യുന്നത്, അല്ലാഹുവാണ് ചെയ്യുന്നത്. സുലൈമാൻ നബിയുടേതാണെങ്കിൽ മുഅ്ജിസത്ത്, ആസിഫ് ബിൻ ബർഖിയ എന്ന സാലിഹായ മനുഷ്യന്റേതാണെങ്കിൽ കറാമത്ത്. രണ്ടും ലോകത്തുണ്ടാവും. മുഅ്ജിസത്തും കറാമത്തും ഒക്കെ അമ്പിയാക്കന്മാരിലൂടെയും അതുപോലെ തന്നെ സാലിഹീങ്ങളിലൂടെയും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ചില ആളുകൾ വിചാരിച്ചത് നമ്മൾ മുഅ്ജിസത്തും കറാമത്തും ഒക്കെ നിഷേധിക്കുന്ന ആൾക്കാരാണെന്ന് തെറ്റിദ്ധരിച്ചു പോയതാണ്. മുഅ്ജിസത്തും കറാമത്തൊന്നും അതൊക്കെ ഉണ്ടാവും, പക്ഷെ അതുകൊണ്ടൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പ്രവാചകനോടോ ഒരു സാലിഹിനോടോ നമ്മൾ തേടരുത്. കാരണം അതൊന്നും അവരെ കഴിവല്ല എന്ന് പറയാനാ, അവരുടെ കഴിവല്ല. കറാമത്ത് ഉണ്ടാവില്ലേ? കറാമത്ത് തന്നെ മുഅ്ജിസത്ത് നബിമാരുടെ നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്, കറാമത്തുകൾ ഉണ്ടാവില്ലേ? മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് പഠിപ്പിച്ചു, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കി. ഇനി വേറെ കറാമത്തുകൾ എത്രയുണ്ട്? ഒരിക്കൽ രണ്ട് സഹാബിമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സദസ്സിൽ രാത്രി ഏറെ ദർസും കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ്. നല്ല കൂരിരുട്ടാണ്, നല്ല ഇരുട്ടാണ്. സഹാബിമാർക്ക് വീട്ടിൽ പോകാൻ വെളിച്ചല്ല. രണ്ടാളും പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരല്പം മുന്നോട്ട് നീങ്ങുമ്പോഴേക്ക് ഒരു വെളിച്ചം ഇങ്ങനെ മുന്നിൽ, അവർക്ക് വെളിച്ചം കാണിച്ചുകൊണ്ട് ഒരു വെളിച്ചം. ഇങ്ങനെ ആരാ വെളിച്ചം, എന്താ വെളിച്ചം അറിയില്ല. അവർക്കിങ്ങനെ വഴി കാണിക്കാൻ വേണ്ടി ഒരു വെളിച്ചം അവരുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ലൈറ്റ്. കുറച്ചാണ്ടെത്തിയപ്പോ രണ്ട് സഹാബിമാരുടെയും വീട് രണ്ട് വഴിക്ക് പോണം. കവലയിൽ വെച്ചവർക്ക് രണ്ടാൾക്കും ഇരു വഴികളിലേക്ക് തിരിഞ്ഞു പോണം. എന്തു ചെയ്യും? രണ്ടാളും തിരിയേണ്ട സമയമെത്തിയപ്പോ ഈ ലൈറ്റ് വിഭജിക്കപ്പെട്ടു, രണ്ടായി പകുക്കപ്പെട്ടു. ഒരു ഭാഗം ഒരു സഹാബിയുടെ കൂടെ, മറ്റൊരു ഭാഗം വേറൊരു സഹാബിയുടെ കൂടെ. ഇത് കറാമത്താണ്. സഹിഹായ ഹദീസുകളിൽ വന്ന സംഭവമാണ്. ധാരാളക്കണക്കിനുണ്ട് സഹോദരന്മാരെ, കറാമത്തുകൾ പലതുണ്ട്. പക്ഷെ ഇവിടെ അതൊന്നുമല്ല പ്രശ്നം. എങ്ങനെ കറാമത്ത് ഉണ്ടാവും? ഉണ്ടാവാം. പക്ഷെ വിഷയം എന്താ? തർക്കം എന്താണ്? അത് ഉണ്ടാവൂലേന്നൊന്നുമല്ല, അത് അവരുടെ കഴിവാണോ അല്ലേന്നാണ്. മുഅ്ജിസത്തും കറാമത്തും ഒരു നബിയുടെയോ വലിയുടെയോ എന്തല്ല, കഴിവല്ല. അത് ആര് ചെയ്യുന്നതാ? അല്ലാഹ് ചെയ്യുന്നതാ. ഇവർക്ക് ഇതിൽ പ്രത്യേക അവർക്കൊരു കഴിവ് കൊടുക്കുന്നില്ല ആ സമയത്ത്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഈ സഹാബിമാരിങ്ങനെ പോയി, അവരങ്ങോട്ട് പോയി. പിന്നെ എത്രയോ ദിവസങ്ങൾ ഇരുട്ടത്ത് കൂടി നടന്നിട്ടില്ല, ഒരു വെളിച്ചം വന്നണോ? വെളിച്ചം വന്നിട്ടില്ല. എന്നാ ഇവരുടെ ഈ കറാമത്ത് ഇപ്പൊ പലരും കണ്ടില്ലേ? എന്നിട്ട് ആരെങ്കിലും വെളിച്ചല്ലാതെ ഇരുട്ടത്തെത്തിയപ്പോ സഹാബിമാരെ ഞങ്ങൾക്ക് വെളിച്ചം തരണേന്ന് പറഞ്ഞോ? അങ്ങനെയല്ല ഇപ്പൊ ചെയ്യാ. വെളിച്ചം തരണേ, വെളിച്ചത്തിന് വേണ്ടി അവരോട് തേടിയോ പ്രാർത്ഥിച്ചോ? ഇല്ല. കാരണം അവരുടെ കഴിവിൽപ്പെട്ടതല്ല. മഹാനായ ആസിമുൽ ബദരി, ആസിം റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബി, അദ്ദേഹത്തിന്റെ തലയെടുക്കാൻ വേണ്ടി ശത്രുക്കള് തീരുമാനമെടുത്തു. ആസിമിനോട് ഏറ്റവും വലിയ വൈരമായിരുന്നു മുശ്രിക്കുകൾക്ക്. അതുകൊണ്ട് അവര് പറഞ്ഞു, ആസിമ് കൊന്നാലും പോരാ, ആസിമിനെ കൊന്നിട്ട് തല അങ്ങോട്ട് കൊണ്ടുവരണം, തല അങ്ങോട്ട് മുറിച്ച് പ്ലേറ്റിലാക്കി കൊണ്ടുവന്ന് തരണം, അത്രയും രോഷം തീർക്കാൻ. മഹാനായ ആസിം റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവോട് പ്രാർത്ഥിച്ചു, അല്ലാഹ് നിന്റെ ഭൗതിക ജഡം ഒരിക്കൽ കിട്ടരുത്. ആസിം റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെട്ടു. ശത്രുക്കൾ എരച്ചു കയറി ആ ബോഡിയിൽ നിന്ന് തല മുറിക്കാൻ ചുറ്റും കടന്നൽ കൂട്ടം പ്രൊട്ടക്ഷൻ. എവിടുന്നാ വന്ന് അറിഞ്ഞൂടാ.
വമ്പിച്ച ഒരു കടന്നൽ കൂട്ടം ആസിം റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കിടക്കുന്ന ചുറ്റുഭാഗവും ഇങ്ങനെ പാറി പറന്നുകൊണ്ടിരിക്കുകയാണ്. ഒരെണ്ണത്തിനാണ് എടുക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ ബോഡി തൊടാനായില്ല. ഇത് ആസിം റളിയല്ലാഹു തആല അൻഹുവിന് സംഭവിച്ച ഒരു കറാമത്താണ്, മരണത്തിന്റെ ശേഷം നടന്ന കറാമത്താണ്. ഇതൊരു കാര്യ തർക്കം, ആളുകൾ വിഷയം പഠിച്ചിട്ടില്ല. ഇവിടെ കറാമത്തിന് ആരെ നിഷേധിക്കോ? മരണശേഷം ഒരാൾക്ക് ഒരാൾ ആദരിച്ചുകൊണ്ടുണ്ടാവാം, പക്ഷെ അത് അവരുടെ കഴിവല്ല. അവരോട് വിളിച്ചതിന് വേണ്ടി പിൽക്കാലത്ത് തേടാൻ പാടില്ല. അവരുടെ കഴിവല്ല, അള്ളാഹു ചെയ്യുന്നതാണ്, അള്ള കൊടുക്കുന്ന പ്രൊട്ടക്ഷനാണ്. അപ്പൊ ഇവിടെയും സഹോദരന്മാരെ, അഭൗതികമായ ഒരു കാര്യത്തിനും ഇവിടെ സുലൈമാൻ നബി അലൈഹിസ്സലാം തേടിയിട്ടില്ല. ഇതാപ്പോ മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവായിട്ട് പറയുന്നത്. തെളിവിന്റെ ഒരു കോലം നോക്കൂ നിങ്ങൾ. ഇതാണ് പറയുന്നത്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ നടക്കുന്ന മനുഷ്യന്മാർക്ക് ഒരു തെളിവുമില്ല. ഒരു തെളിവും അവർക്ക് അവതരിപ്പിക്കാൻ പറ്റൂല, ഒരു തെളിവും പറയാൻ കഴിയില്ല. കമ്മട്ടം പറയാ, ഊഹം പറയാനൊക്കെ അല്ലാതെ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ നടക്കുന്ന കമ്പനികൾക്ക് ഒരു തെളിവും ഒരു ഹുജ്ജത്തും ഒരു ബുർഹാനും കൊണ്ടുവന്ന് തരാൻ സാധ്യമല്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ നടന്ന ഈ അത്ഭുതകരമായ കാര്യം കണ്ടപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കലും അദ്ദേഹത്തിന് ഒരു കിബറോ അഹന്തയോ ഒന്നും തോന്നിയില്ല. അദ്ദേഹം എന്താ ചെയ്യുന്നത്? അദ്ദേഹം ഇത് കണ്ട ഉടനെ എന്താ പറയുന്നത്? ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ രക്ഷിതാവ് എനിക്ക് നൽകിയ ഔദാര്യമാകുന്നു. അല്ല എന്നെ നൽകി അനുഗ്രഹിച്ചതാണ്. അല്ലാഹ് അദ്ദേഹത്തിലൂടെ പ്രകടിപ്പിച്ച മുഅ്ജിസത്താണ്. ഇനി അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കേവലം ഒരു അനുയായിയിലൂടെയും അല്ലാഹു പ്രകടിപ്പിച്ച കറാമത്താണ്. 2000 പവർ സുലൈമാൻ നബി അലൈഹിസ്സലാമിനാണ്. അദ്ദേഹത്തിന്റെ കേവലം ഒരു അനുയായിയിൽ നിന്ന് ഇങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ചാൽ, അതിലൂടെ റബ്ബി ഇങ്ങനെ ഒരു ഒരു അത്ഭുതം സംഭവിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ നേതാവിന്റെ സ്ഥാനം എത്രത്തോളം ഉയരത്തിലാണ്. അപ്പൊ അത് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ആ സമയത്ത് സുലൈമാൻ നബി അലൈഹിസ്സലാം മനസ്സിലാക്കി അല്ലാഹ് തന്ന നിഅമത്താണിത്. അവിടെ വെച്ച് അദ്ദേഹം എന്താ പറയുന്നത് അറിയോ? ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബ് നൽകിയ ഔദാര്യമാണ്, എന്റെ റബ്ബിന്റെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. ഇത് പല ആൾക്കാരും വീടുണ്ടാക്കുമ്പോഴും കാറിലും കച്ചവടപ്പീടികയിലും ഒക്കെ എഴുതി വെക്കാറുണ്ട്, ഹാദാ മിൻ ഫദ്ലി റബ്ബി. ഭയങ്കര തഖ്വയാണെന്നാ വിചാരം. ഹാദാ മിൻ ഫദ്ലി റബ്ബി. അപ്പൊ നമ്മൾ വിചാരിക്കുമ്പോ നല്ല പടച്ചോനെ പേടിയുള്ള ഒരു മുതലാളിയുടെ വീടാത്, അല്ലെങ്കിൽ അയാളുടെ ബിൽഡിംഗ് ആണ്, അല്ലെങ്കിൽ അയാളുടെ ടവറാണ്, അല്ലെങ്കിൽ അയാളുടെ കച്ചവടമാണ്, അല്ലെങ്കിൽ അയാളുടെ തോട്ടാണ്, അല്ലെങ്കിൽ അയാളുടെ കൃഷി കാർഷികമായ തോട്ടങ്ങളാണ്. ഹാദാ മിൻ ഫദ്ലി റബ്ബി. ഓ, നല്ല തഖ്വയാണ്. ആയത്ത് കട്ടിട്ടല്ലേ എഴുതുന്നത്? അത് മാത്രം പറഞ്ഞാൽ മതിയോ? എഴുതി വെക്കാൻ പാടില്ല എന്നുള്ളത് വേറെ വിഷയം. ഒരു സ്ഥലത്തും അല്ലാഹു തആല അങ്ങനെ ആയത്തേരി ബർക്കത്തിന് ആയത്തേരി വെക്കാൻ പറഞ്ഞിട്ടില്ല, അത് വേറെ വിഷയം. പക്ഷെ എഴുതി വെക്കുമ്പോ മുഴുവൻ എഴുതണ്ടെന്നാ. എഴുതി വെക്കേണ്ട നിയമല്ല, അങ്ങനെ ഒരു ശരീരവുമില്ല. അങ്ങനെ ബർക്കത്തിന് വേണ്ടി ഒരു ആയത്ത് എവിടെയെങ്കിലും ഫ്രെയിം ചെയ്ത് തൂക്കാനോ ബിൽഡിങ്ങിന്റെ മുകളിൽ എഴുതി വെക്കാനോ ഒന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല. ബർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ടാഗ് കാറിൽ തൂക്കിയിടാനും പറഞ്ഞിട്ടില്ല. വാഹനത്തിലേറുമ്പോഴുള്ള പ്രാർത്ഥന ഉണ്ട്, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ. നമ്മൾ ആൾക്കാർ ടാഗ് ആക്കിയിട്ട് മുന്നിൽ ഇങ്ങനെ തൂക്കിയിടും. ആളുകളുടെ ധാരണ എന്തോ ഐക്കല്ല് തൂക്കിയിട്ട് കേണുന്ന. എന്നാ അതൊന്ന് ചൊല്ലണ്ടേ? ടാഗ് അവിടെ തൂക്കിയിട്ടുണ്ട് എന്നല്ലാതെ വാഹനത്തിൽ കയറുന്ന ഡ്രൈവർ അതിലേക്ക് നോക്കും കൂടിയില്ല. കുറച്ചു കാലത്തൊന്ന് ചൊല്ലേണ്ടത് നോക്കിയിട്ട് മനപ്പാടാക്കി അതെടുത്ത് ഒഴിവാക്കുക. കാരണം ഇത് തൂക്കിയിടൽ വർക്കത്തൊന്നുമല്ല, അത് പഠിക്കേണ്ടതും ചൊല്ലേണ്ടതുമാണ്. അപ്പൊ ഇവിടെ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം നിഅമത്ത് കണ്ടപ്പോ അള്ളാന്റെ മുമ്പിൽ ശുക്ർ പറയാണ്, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബ് ചെയ്ത അനുഗ്രഹമാണ്. ഇനിയാ മനസ്സിലാക്കേണ്ടത്, സുലൈമാൻ നബി ബാക്കി പറഞ്ഞു. അത് നമ്മൾ പറയണമില്ല, നമ്മൾ ഓർക്കാറുമില്ല. എന്താ പറഞ്ഞത്? ലിയബ്ലുവനി, എന്നെ എന്റെ റബ്ബ് പരീക്ഷിക്കാനായി തന്നിട്ടുള്ളത്, എന്നെ പരീക്ഷിക്കാനാണ് ഈ ഫദ്ല് തന്നിട്ടുള്ളത്. അഷ്കുറു, അല്ലാഹ് ചെയ്ത നിഅമത്തുകൾക്ക് ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ? അമ്മ കുഫ്ർ, അതല്ല ഞാൻ നന്ദി കേട് കാണിക്കുന്നവനാണോ? അത് പരീക്ഷിക്കാനാണ്. അല്ലാഹ്, നീ എനിക്ക് നിഅമത്തൊക്കെ തന്നത് എന്നെ പരീക്ഷിക്കുകയാണല്ലോ, ഞാൻ നിനക്ക് നന്ദിയുള്ളവനാണോ? അതോ ഞാൻ ഇതൊക്കെ കണ്ട് നെഗളിപ്പും അഹന്തയും അഹങ്കാരവും ഒക്കെ എനിക്ക് വർദ്ധിക്കുകയാണോ എന്ന് പരീക്ഷിക്കാൻ തന്നെയാണ്. അപ്പൊ നമ്മൾ അതിൽ നിന്നൊരു പാഠം പഠിക്കണം. അല്ലാഹ് ഏത് നിഅമത്ത് നമുക്ക് തരുമ്പോഴും ഹാദാ മിൻ ഫദ്ലി റബ്ബീന്ന് നമ്മൾ വിനീതരായി മനസ്സിലാക്കണം. പക്ഷെ അതോടൊപ്പം ബാക്കിയും കൂടെ മനസ്സിലാക്കണം. എന്തിനാ ഇത് തന്നത്? എന്നെ ആദരിച്ച് തന്നതൊന്നുമല്ല, എന്നെ ബഹുമാനിച്ച് തന്നതുമല്ല, എന്നെ ഏറ്റവും അല്ലാഹ്ക്ക് ഇഷ്ടായിട്ട് തന്നതുമല്ല. ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാനാ തന്നിട്ടുള്ളത്. അഷ്കുറു, ഈ നിഅമത്ത് ഞാൻ എന്താ ചെയ്യുന്നത്? പണം അല്ലാഹ് തരും, നമുക്ക് പരീക്ഷിക്കുകയാണ്. പിന്നെ എന്താ അതുകൊണ്ട് കാണിക്കുന്നത്?
ഒരുപാട് തരും. ചിലപ്പോൾ കുറേ അള്ളാഹ് കൊടുക്കും, ഇഷ്ടമുള്ളവർക്ക് കുറേ കൊടുക്കും, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കുറേ കൊടുക്കും. ചിലർക്ക് അവൻ കൊടുക്കൂല, കൊടുത്തിട്ട് പരീക്ഷിക്കും, കൊടുക്കാതെ പരീക്ഷിക്കും. കൊടുത്തിട്ട് അള്ളാഹ് പരീക്ഷിക്കാണ്. ഇവനെന്താ ചെയ്യുന്നത്? നന്ദി കാണിക്കുന്നുണ്ടോ? അതോ ഇതൊക്കെ കിട്ടി? പണ്ടൊക്കെ പണമൊന്നും ഇല്ലാത്തപ്പോ ജമാഅത്തിനും ജുമഅക്കൊക്കെ വന്നിരുന്നു, ബിസി ആയപ്പോ ജുമഅക്കും കൂടി ഇല്ല. അതോ നന്ദികേടാണോ കാണിക്കുന്നത്? പൈസക്കാരൊക്കെ അങ്ങനെ നല്ലോണം സംഭാവനയും സദക്കയും സക്കാത്തൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ വിചാരിച്ചു, അല്ലോ എനിക്കുണ്ടെങ്കിൽ ഞാനിതിൽ ഏറെ കൊടുക്കുമായിരുന്നു. കിട്ടിയപ്പോഴോ 5 പൈസ കൊടുക്കുന്നില്ല. പണ്ടൊരു ഫക്കീറിനെ കണ്ട, മിസ്കീനെ കണ്ട എന്തെങ്കിലും ഒന്ന് കൈമടക്കിയിരുന്നു. വലിയ മലയാളിയായി നോക്കുമ്പോൾ അവരത് കൊടുക്കണില്ല. അവനൊക്കെ തട്ടിപ്പാന്ന് പറയാം, അപ്പൊ കൊടുക്കും മടലും. അത് വേറെ വിഷയം. അവർ തട്ടിപ്പാണോ അല്ല ഭിക്ഷാടന മാഫിയ വേറുണ്ടോ, അതൊന്നും ഇപ്പൊ ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. ഞാൻ പറയാണ്, മനുഷ്യന്റെ മൈൻഡ് പറയാണ്. അപ്പണ്ടായിരുന്ന ഒരു ഭക്തിയും കുറച്ച് കഴിഞ്ഞാലില്ല. അതാ വലിയ പരീക്ഷ. അപ്പൊ ഇവിടെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ പറഞ്ഞതിൽ നമുക്കൊക്കെ പാടുണ്ട്. അള്ളാഹു ചെറുതും വലുതുമായിട്ട് അള്ളാഹ് തരുന്ന അനുഗ്രഹമൊക്കെ വലുത് തന്നെയാണ്, ഒന്നും ചെറുതല്ല, ഒന്നും നിസ്സാരായി കാണരുത്. അള്ളാഹ് ഏത് നമുക്ക് തരുന്നത് എന്തിനാണ്? പരീക്ഷിക്കുകയാണ്. ജീവിതം തന്നെ തന്നത് പരീക്ഷണാണെന്നാണല്ലോ അള്ളാഹ് പറഞ്ഞത്. പിന്നെന്താ മൊത്തം ജീവിതം തന്നെ അള്ളാഹു തആല നിശ്ചയിച്ചത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അള്ളാഹ് ജീവിതത്തെയും മരണത്തെയും നിശ്ചയിച്ചതുപോലും നിങ്ങളെ പരീക്ഷിക്കാനാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട് മരിച്ചു പോണല്ലോ എന്നുള്ള ചിന്തയോടുകൂടി ഏറ്റവും നന്നായി അമല് ചെയ്യുന്നവരാരുണ്ടെന്ന് നോക്കാൻ തന്നെയാ ജീവിതവും മരണവും നിശ്ചയിച്ചത്. അതിനാ അള്ളാഹ് തരുന്നത്. ആരോഗ്യം തരും, സമ്പത്ത് തരും, ഒഴിവ് സമയം തരും. ഇവൻ എന്താ ഈ ഒഴിവ് സമയത്തിൽ എന്തിലേക്കാ ചെലവഴിക്കുന്നത്? പണം തരും, എന്തിലേക്കാ ചെലവഴിക്കുന്നത്? ആരോഗ്യം തരും, എന്തിലേക്കാ ചെലവഴിക്കുന്നത്? പലതും തരും. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഈ നിഅമത്ത് കിട്ടിയപ്പോഴേക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ശൈലി ഇതല്ലേ? നമ്മൾ പഠിച്ചില്ലേ? എപ്പോഴാ നമ്മൾ ഇതേപോലെ തന്നെ അദ്ദേഹം ഒരു പ്രാർത്ഥന പറഞ്ഞില്ലേ? ഉറുമ്പിന്റെ സംസാരം കേട്ടപ്പോ ഫതബസ്സമ ളാഹികം മിൻ ഖൗലിഹാ. ആ ഉറുമ്പിന്റെ സംസാരം കേട്ടപ്പോ അദ്ദേഹം ചിരിച്ചു. എന്നിട്ട് പിന്നെ അഹങ്കാരമല്ല പറഞ്ഞത്, ഉടനെ അവിടെ വെച്ച് പിന്നെയും ദ്വാരക്ക, റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർദാ വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദികസ് സാലിഹീൻ. ഉറുമ്പിന്റെ സംസാരം കേട്ട് മനസ്സിലായ ഒരു നബി വേറെ ഉണ്ടായിട്ടില്ല. ആ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അള്ളാഹു പ്രത്യേകം കൊടുത്ത നിഅമത്ത് ആസ്വദിച്ചപ്പോ അവിടെ വെച്ചും അദ്ദേഹം പറഞ്ഞു, റബ്ബേ എത്ര അനുഗ്രഹങ്ങളാണ് നീ എനിക്ക് ചൊരിഞ്ഞു തന്നിട്ടുള്ളത്. ഇതിനൊക്കെ കൂടി നിന്നോട് ഞാൻ നന്ദി ചെയ്യുന്നവനാണോ? എനിക്ക് നന്ദി ചെയ്യാൻ നീ തൗഫീക്ക് തരണേ. നീ എന്നെ നല്ലവരുടെ കൂട്ടത്തിൽ ചേർത്ത് തരണേ എന്ന വിനയത്തോടെ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നു. ഇവിടെയും അദ്ദേഹം ചെയ്യുന്നത് എന്താ? അപാരമായ ഒരു അനുഗ്രഹം. നൊടിയിട കൊണ്ട് ബിൽഖീസിന്റെ സിംഹാസനം മുമ്പിലാണ് എത്തിയത് കണ്ടപ്പോ ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബ് നൽകിയ അനുഗ്രഹമാണ്. ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാനാണ്. അഷ്കുറൂ, ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ? ഞാൻ അമ്മ കുഫർ, അതല്ല ഞാൻ നന്ദി കെട്ടവനാണോ? എന്നിട്ടുള്ള പറയാണ്, വമൻ ശക്കറ, ആരെങ്കിലും നന്ദി കാണിക്കുന്നുണ്ടെങ്കിൽ അവൻ മനസ്സിലാക്കണം, ഞാൻ നന്ദി കാണിച്ചില്ലെങ്കിൽ അള്ളാഹ്ക്ക് വല്ലതും കുറഞ്ഞു പോകുന്നൊന്നും ആരും വിചാരിക്കണ്ട. ഫഇന്നമാ യഷ്കുറു ലിനഫ്സിഹി, തനിക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ നന്ദി ചെയ്യുന്നത്. അള്ളാഹ് ചെയ്തു തരുന്ന നിഅമത്തുകൾക്ക് നമ്മൾ നന്ദി ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാ? അള്ളാഹ്ക്കൊന്നും കൂടൂല. നമ്മൾ അള്ളാഹ്ക്ക് ഒരുപാട് നന്ദി കാണിച്ചു എന്നുള്ള നിലക്ക് അള്ളാഹിന്റെ അധികാരം വല്ലതും കൂടുവോ? അള്ളാഹ്ക്ക് വല്ലതും കൂടാണ്ടോ? ഒന്നുമില്ല. നമ്മളെല്ലാരും കൂടി അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെല്ലാരും കൂടി ഇന്നെയാണ് ധിക്കരിച്ചു, എനിക്കൊരു നഷ്ടമില്ല, നിങ്ങൾക്കാ നഷ്ടം. നന്ദി കാണിച്ചാൽ നമ്മൾക്കുണ്ട്, നമ്മൾക്കാണ് അതിന്റെ ഗുണം. അമങ്കഫറായിന് നന്ദി കേട് കാണിച്ചാലോ ഫഇന്ന റബ്ബി, നിശ്ചയം എന്റെ റബ്ബ് ഗനിയും കരീം, അവൻ ഒരാളുടെയും നന്ദി ആവശ്യമില്ലാത്തത്ര അവൻ ഐശ്വര്യവാനാണ്, ധന്യനാണ്. എല്ലാവർക്കും ഉപകാരവും കാരുണ്യവും അതുപോലെ തന്നെ ഔദാര്യവും ചെയ്യുന്ന കരീമാണ് റബ്ബ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പ്രത്യേകം ഓർക്കണം. അതിന്റെ ശേഷം എന്താ ചെയ്തത്? ബിൽഖീസ് രാജ്ഞി തന്റെ അടുക്ക വരുമ്പോ ഇനി അവളുടെ ബുദ്ധിശക്തി ഒന്ന് പരീക്ഷിക്കണം എന്നാണ് സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ അടുത്ത പ്ലാൻ. അവരുടെ ബുദ്ധിശക്തി ഒന്ന് പരീക്ഷിക്കണം. അള്ളാഹു തനിക്ക് നൽകിയിട്ടുള്ള പ്രവാചകത്വം എന്ന് പറയുന്ന വമ്പിച്ച അനുഗ്രഹം, ആ അനുഗ്രഹത്തിന്റെ മാഹാത്മ്യം അവളുടെ ശ്രദ്ധയിലേക്കൊന്ന് കൊണ്ടുവരണം എന്ന് സുലൈമാൻ നബി ഉദ്ദേശിക്കുക.
മാത്രമല്ല അതിനായിട്ട് എന്താ ചെയ്യുന്നറിയോ? ആ കൊണ്ടുവന്ന സിംഹാസനത്തിൽ ചില അറ്റകുറ്റപ്പണികൾ ചെയ്യണം, ചെറിയൊരു ചേഞ്ച് വരുത്തണം. അതിന്റെ അവിടെ ഇവിടെ കലകം പിടിയൊക്കെ ഒന്ന് മാറ്റി ഒരു പ്രത്യേകമായ രൂപത്തിൽ എങ്ങനെയാണോ അള്ളാഹു ഉദ്ദേശിച്ചതെങ്കിൽ ആ രൂപത്തിൽ അദ്ദേഹം ചില മാറ്റങ്ങൾ വരുത്താൻ തന്റെ സൈന്യത്തോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ആ സിംഹാസനത്തിന് ഒരു ചെറിയ ചേഞ്ചൊക്കെ ഇങ്ങനെ വരുത്തിയിട്ട് കണ്ടാ അതാണെന്ന് മനസ്സിലാകോ ഇല്ലേ എന്നൊക്കെ തിരിയാൻ വേണ്ടിയുള്ള ഒരു പരീക്ഷണം സുലൈമാൻ നബി അലൈഹിസ്സലാം സൈന്യങ്ങളോട് പറയാണ്. قال نكروا لها عرشها ننظر أتهتدي أم تكون من الذين لا يهتدون. സുലൈമാൻ നബി അലൈഹിസ്സലാം പട്ടാളക്കാരോട് പറഞ്ഞു, നക്കിറൂ ലഹാ അർശഹാ, ബിൽഖീസിന്റെ ആ സിംഹാസനത്തിന് നിങ്ങൾ രൂപമാറ്റം വരുത്തുവീൻ, അതിലൊരു ചേഞ്ച് വരുത്താൻ. എന്തിന്? നൻദുർ, നമ്മളൊന്ന് നോക്കട്ടെ. അത്തഹ്തദീ, ബിൽഖീസിന് അത് കണ്ടിട്ട് കാര്യം മനസ്സിലാവോ, നേർക്ക് നേരെ കാര്യം മനസ്സിലാക്കാൻ പറ്റോ? അം തകൂനു മിനല്ലദീന ലാ യഹ്തദൂൻ, അതോ കാര്യം അറിയാതെ പകച്ചു പോകുമോ? അവർക്ക് വിഷയം മനസ്സിലാവൂല്ലേന്ന് നോക്കട്ടെ. അവരൊരുപാട് കാലായിട്ട് ഇരുന്ന സിംഹാസനമാണുള്ളത്, അതിൽ ചെറിയ ചേഞ്ചൊക്കെ വരുത്തിയിട്ട് കാണിച്ചു കൊടുക്കുക. അതന്നെയാണോ അല്ലേന്ന് അവർക്ക് മനസ്സിലാവുമെന്നൊന്ന് നോക്കാലോ, അവരുടെ ബുദ്ധി ഒന്ന് പരീക്ഷിക്കാം. فلما جاءت قيل أهكذا عرشك قالت كأنه هو وأوتينا العلم من قبلها وكنا مسلمين. فلما جاءت, അങ്ങനെ ബിൽഖീസ് രാജ്ഞിയും പട്ടാളവും സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ദർബാറിലെത്തി. ആ സമയത്ത് ഖീല, അവരോട് ചോദിക്കപ്പെട്ടു, അഹാകദാ അർശുകി, നിങ്ങളുടെ സിംഹാസനം ഇതുപോലെയാണോ? എന്താ ചോദിച്ചത്? അഹാകദ, ഇതുപോലെയാണോ അർശുകി, ഇതാണോ എന്നല്ല, അഹാദാന്നല്ല, അഹാദ ഇതാണോ നിന്റെ സിംഹാസനം നല്ല ചോദിച്ചത്. അഹാകദ അർശുകി, ഇതുപോലെയുണ്ടോ നിങ്ങളുടെ സിംഹാസനം? അപ്പൊ കാലത്ത് അവരേറെ ബുദ്ധിമതിയാണ്, അവരുടെ മറുപടിയും വളരെ യുക്തിപൂർണ്ണമാണ്. കഅന്നഹു ഹുവ, ആണെന്നും പറഞ്ഞില്ല അല്ലാന്നും പറഞ്ഞില്ല. കഅന്നഹു ഹുവ, ഇത് അത് തന്നെയാണെന്ന് തോന്നുന്നു. എന്താ മറുപടി? ഇത് അത് തന്നെയാണെന്ന് തോന്നുന്നു. ഇല്ലാന്നും പറഞ്ഞില്ല, ആണെന്നും പറഞ്ഞില്ല, അതേപോലെയാണെന്ന് തോന്നുന്നു, ഇത് അത് തന്നെയാണെന്ന് തോന്നുന്നു. മാത്രല്ല അവർ പറഞ്ഞു, വഊതീനൽ ഇൽമ മിൻ ഖബ്ലിഹാ, ഈ സംഭവത്തിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് അറിവ് നൽകപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ മഹത്വവും മേന്മയ്ക്ക് ഞങ്ങൾ മുമ്പേ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വകുന്നാ മുസ്ലിമീൻ, ഞങ്ങൾ മുസ്ലിമീങ്ങളാവും ചെയ്തിട്ട് അങ്ങോട്ട് വന്നിട്ടുള്ളത്. ഞങ്ങൾ കീഴൊതുങ്ങി തന്നെയാണ് ഞങ്ങളുടെ വരവ് എന്ന് ബിൽഖീസ് രാജ്ഞി പറയാം. അതോടൊപ്പം അള്ളാഹുവിന്റെ അപാരമായ ശക്തി, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രവാചകത്വത്തിന്റെ മേന്മ, അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുള്ള വമ്പിച്ച അനുഗ്രഹങ്ങൾ, അദ്ദേഹത്തിന്റെ ശക്തി പ്രതാപം, ഇതൊക്കെ ബിൽഖീസ് ഇവിടെ ഞങ്ങൾ ഇങ്ങോട്ട് എത്തുന്നതിന്റെ മുമ്പ് തന്നെ ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് പോകുന്നത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിട്ട് തന്നെ ഞങ്ങളുടെ ബഹുദൈവ വിശ്വാസമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ ആ സന്തോഷം അവർ അറിയിക്കണം. മാത്രല്ല പിന്നീട് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ കാര്യം പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല പറയാണ്, പിന്നെ ഇങ്ങനെയൊക്കെ ആയിട്ടും പിന്നെ എന്തേ അവർ ഇത്ര കാലം ശിർക്കിൽ തന്നെ കഴിച്ചുകൂട്ടാൻ എന്തേ കാരണം? അല്ലാഹു അതിന് കാരണം പറയാണ്. വസദ്ദഹാ മാ കാനത് തഅബുദു മിൻ ദൂനില്ലാഹ് ഇന്നഹാ കാനത് മിൻ ഖൗമിൻ കാഫിരീൻ. അവരെ അല്ലാഹുവിന് പുറമെ സൂര്യൻ മുതലായവയെ ആരാധിച്ചിരുന്നല്ലോ, അത് അവരെ തടഞ്ഞു കളഞ്ഞതാണ്. ആ ശിർക്കാണ് അവരെ സന്മാർഗത്തിൽ നിന്ന് ഇതുവരെ തടഞ്ഞത്. അപ്പൊ അവരെ ഒഴിവായി. മാത്രല്ല ഇന്നഹാ കാനത് മിൻ ഖൗമിൻ കാഫിരീൻ, നിശ്ചയമായും അവർ അവിശ്വാസികളായ ഒരു ജനതയിൽപ്പെട്ടവരായിരുന്നു മുമ്പ്. അപ്പൊ അവര് മാറിയിട്ടുണ്ട്. മുമ്പ് അങ്ങനെയൊക്കെ ആയിരുന്നു. അവർക്ക് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ ഹിദായത്ത് കിട്ടി എന്നർത്ഥം. ആ മഹാറാണിക്ക്
അദ്ദേഹത്തെ അവരുടെ പട്ടാളക്കാർക്കും ഒക്കെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ ക്ഷണത്തിലൂടെ അങ്ങോട്ടുള്ള വരവിലൂടെ ഹിദായത്ത് ലഭ്യമാകുന്നു. അവരൊക്കെ മുസ്ലിമീങ്ങളാവുകയാണ്. പിന്നീടുണ്ടായ മറ്റൊരു സംഭവം കൂടി, ബിൽഖീസിനെ അങ്ങനെ ഞെട്ടിക്കുന്ന, ബിൽഖീസ് രാജ്ഞിക്ക് അള്ളാഹുവിന്റെ അപാരമായ ആ കഴിവും സുലൈമാൻ നബി അലൈഹിസ്സലാം എന്ന രാജാവിന്റെ രാജത്വത്തിന്റെ പ്രൗഢിയും ആ പ്രവാചകത്വത്തിന്റെ മേന്മയും മാഹാത്മ്യവും എന്തൊക്കെ കഴിവുകളും എന്തൊക്കെ പ്രത്യേകതകളും നൽകപ്പെട്ട വ്യക്തിത്വമാണെന്ന് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ അടുത്ത രൂപത്തിലുള്ള ഒരു കൗശലം, ഒരു തന്ത്രം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രയോഗിക്കുകയാണ്. അതെന്താണ്? തന്റേതായ അണികളോട് പറഞ്ഞു ഒരു വമ്പിച്ച പളുങ്ക് കൊട്ടാരം നിർമ്മിക്കാൻ. പെട്ടെന്ന് ഉണ്ടായി കൊടുക്കാൻ ആൾക്കാരുണ്ടല്ലോ. പളുങ്ക് കൊട്ടാരം. ആ പളുങ്ക് കൊട്ടാരങ്ങൾ കണ്ട വെള്ളം ഒഴുകാനാ തോന്നുക. ഒഴുകുന്ന ജലാശയത്തിന്റെ മീതെ പളുങ്ക് കൊണ്ടാണ്, ഗ്ലാസ് കൊണ്ടാണ് വെള്ളം നിറച്ചു. ആ വെള്ളം ഇങ്ങനെ ഒഴുകയാണ്. അതിൽക്കിങ്ങനെ കടന്നാല് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് പോലെയാണ് തോന്നുക. അടിയിൽ മത്സ്യങ്ങളും എല്ലാം. ഒരു ജലാശയത്തിന്റെ മീതെ പടുത്തുയർത്തപ്പെട്ട ഒരു വമ്പിച്ച സൗധം, ഒരു ഗ്ലാസ് കൊണ്ടുള്ള സ്ഫടികം കൊണ്ടുള്ള ഒരു സൗധം നിർമ്മിക്കാൻ ആവശ്യപ്പെടുന്നു. അത് നിർമ്മിച്ച് റെഡിയാക്കിയിട്ട് ഇനി അവിടേക്കൊന്നാണ് പ്രവേശിപ്പിക്കുകയാണ്. ആരെ? ബിൽഖീസ് രാജ്ഞിയെ. അവിടേക്കാണ് കടക്കാൻ നേരത്ത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതാ ബിൽഖീസിനോട് പറയും, ഖീല ലഹാ ദുഖുലി സ്സർഹ് ഫലമ്മാ റഅതുഹു ഹസിബതുഹു ലുജ്ജതൻ വകശഫത് അൻ സാഖൈഹാ قال إنه صرح ممرد من قوارير قالت رب إني ظلمت نفسي وأسلمت مع سليمان لله رب العالمين. പൂർണ്ണമായും അവരുടെ പ്രഖ്യാപനം അവിടെ വെച്ച് അവർ നിർവഹിക്കുന്നത്. എന്താ സംഭവിച്ചത്? ബിൽഖീസിനോട് പറയപ്പെട്ടു, ഉദ്ഖുലി അസ്റഹ, കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചോളൂ. രാജകീയമായ വരവേൽപ്പാണ്. ആ കൊട്ടാരത്തേക്ക് കയറിക്കോളൂ. അങ്ങനെ ആ പളുങ്ക് കൊട്ടാരത്തിലേക്ക് അവർ കയറുകയാണ്. ഫലമ്മാ റഅതുഹു, കൊട്ടാരത്തിലേക്ക് ഇങ്ങനെ ഒഴുകാനുള്ള ജലാശയം പോലെ, മത്സ്യങ്ങളൊക്കെ അടിയിൽ നല്ല തെളിഞ്ഞ ജലാശയം പോലെ, അതിൽ ഗ്ലാസ്സാണെന്നും മനസ്സിലാവില്ല. ആ നിലക്ക് അതിലേക്ക് കടക്കാൻ വേണ്ടി ഇങ്ങനെ അതിലേക്കാണ് പ്രവേശിക്കാൻ ഒരുങ്ങിയപ്പോ ഫലമ്മാ റഅതുഹു, അവരത് കണ്ടപ്പോൾ ഹസിബതുഹു, റാണി വിചാരിച്ചു പോയി, ലുജ്ജത്തൻ, ഒരു ജലാശയമാണെന്ന്. ഇതൊരു ജലാശയമാണെന്ന് അവർ വിചാരിച്ചു പോയി. അപ്പൊ ഉടനെ സ്വാഭാവികമായും എന്തുണ്ടാകും? വസ്ത്രം നനയാതിരിക്കാൻ വേണ്ടി വസ്ത്രം പൊക്കും. അവരുടെ കണങ്കാലുകളിൽ നിന്ന് വസ്ത്രം അവര് പൊക്കി. അങ്ങനെയുള്ള നമ്മൾ വെള്ളമുള്ളോടത്ത് ഇങ്ങനെ നടക്കുമ്പോ ഒന്ന് മുണ്ട് പൊക്കൂലേ? അവര് കണങ്കാലുകളിൽ നിന്ന് വസ്ത്രം നീക്കി വെള്ളാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങണേ. ആ സമയത്ത് പറയപ്പെട്ടു, ഖാല വേണ്ട, ഖാല ഇന്നഹു സർഹും മുമറദ്, ഇത് മിനുക്കി ഉണ്ടാക്കപ്പെട്ട ഒരു കൊട്ടാരമാണ് ബിൽഖീസേ, മിൻ ഖവാരീർ, പളുങ്കുകളാൽ നിർമ്മിക്കപ്പെട്ട ഒരു കൊട്ടാരമാണിത്. പളുങ്ക് കൊട്ടാരമാണിത്, വെള്ളമല്ല. അപ്പോഴാ മനസ്സിലായത്, ഓ എന്താ സുലൈമാന്റെ അപാരമായ രാജത്വം, എന്തൊക്കെ ഇവിടെ നടക്കുന്നത്, എന്തൊക്കെയാണ് അപാരമായ അത്ഭുതങ്ങൾ. അവിടെ വെച്ചും അവരെ പ്രഖ്യാപിക്കുകയാണ്. കാലത്ത് അന്നേരം അവര് പറയുന്നു, റബ്ബി ഇന്നി ലലംതു നഫ്സി വഅസ്ലംതു മഅ സുലൈമാന ലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബി, എന്റെ രക്ഷിതാവേ, ഇന്നി ലലംതു നഫ്സി, ഞാൻ എന്റെ ശരീരത്തോട് ദ്രോഹം ചെയ്തല്ലോ, ഞാൻ പാപിയാണല്ലോ അല്ലാഹ്. ഇതൊക്കെ മനസ്സിലാക്കാൻ ഞാൻ വൈകിയല്ലോ. ഞാൻ എത്ര കാലമാണ് സൂര്യനെ ആരാധിച്ചത്, എത്ര കാലമാണ് ഞാൻ മറ്റു പലരെയും ആരാധിച്ചത്. നാഥ, നിന്റെ അപാരമായ കഴിവ് എത്രയാണ് നാഥ, നിന്നോട് ഞാൻ നന്ദികേട് കാണിച്ചത്. ഞാൻ എന്തുമാത്രം പാപിയാണ് റബ്ബേ. അവിടെ വെച്ചവർ അള്ളാഹുവിനോട് എല്ലാത്തിൽ നിന്നും തൗബ ചെയ്ത് മടങ്ങുന്ന കാഴ്ചയാണ്. ഇന്നി ലലംതു നഫ്സി, ഞാൻ എന്നോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചു പോയല്ലോ. ഇതാ റബ്ബേ, എല്ലാത്തിനും പരിഹാരം എന്ന നിലയ്ക്ക് ഞാൻ വീണ്ടും പ്രഖ്യാപിക്കുന്നു. വാസലംതു, ഞാനിതാ സമ്പൂർണ്ണ മുസ്ലിമായിരിക്കുന്നു, ഞാനിതാ സമ്പൂർണമായി കീഴ്പ്പെട്ടിരിക്കുന്നു. മഅ സുലൈമാൻ, സുലൈമാന്റെ കൂടെ, ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക പരിപാലകനായ അല്ലാഹുവിന് മുഴുവനും സമർപ്പിച്ച് സമ്പൂർണമായി ഞാൻ അവന് കീഴൊതുങ്ങിയ മുസ്ലിമായിരിക്കുന്നു. അവിടെ വെച്ച് ബിൽഖീസ് രാജ്ഞി സമ്പൂർണമായും തന്റെ തൗബ പ്രഖ്യാപിക്കുന്നു. ഇസ്ലാമിന്റെ കൃത്യമായ നിലക്കുള്ള അവരുടെ പ്രഖ്യാപനം അവർ ഉറക്കെ പറയുന്നു.
അതിന്റെ ശേഷം പിന്നെന്താ ഉണ്ടായിരുന്നു എന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. ചിലർ പറയുന്നുണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം ബിൽഖീസ് രാജ്ഞിയെ കല്യാണം കഴിച്ചു എന്ന് പറയുന്നവരുണ്ട്. അതല്ല, അവർ വേറൊരാൾ കല്യാണം കഴിച്ചു, അവർ സുഖമായി അവരുടെ നാട്ടിലേക്ക് തന്നെ അവരെ മടക്കി അയച്ചു, അവർ ആ സഭയിലേക്ക് തന്നെ മടങ്ങി, ആ രാജ്യത്ത് ഇസ്ലാമികമായ ഒരു ഗവൺമെന്റ്, ആ നിലക്ക് പരിപൂർണമായ നിലക്ക് ഒരു മുസ്ലിം രാഷ്ട്രമായി അവരവിടെ ഭരണം തുടർന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. എന്തായിരുന്നാലും എന്താ സംഭവിച്ചതെന്നൊന്നും അള്ളാഹു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ അത്ഭുതകരമായ കാര്യങ്ങൾ, ഇവിടെയും ചില ആളുകളൊക്കെ പ്രവാചകന്മാരുടേതായ കാര്യത്തിന് നിരക്കാത്ത ചില വ്യാഖ്യാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ വിശ്വസിക്കാനേ പാടില്ല. എന്താ അറിയോ, സുലൈമാൻ നബിക്ക് ബിൽഖീസ് രാജ്ഞിനെ കല്യാണം കഴിക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ സുലൈമാൻ നബിനോട് ആരോ പറഞ്ഞു അത്ര ബിൽഖീസ് രാജ്ഞിയുടെ കാലുമ്മലൊക്കെ കഴുതക്കാല് പോലെ നിറയെ മുടിയാണ്, രോഗമാണ്. അപ്പൊ എന്നാ പിന്നെ അതൊന്ന് പരിശോധിക്കാം. അതിനെന്താ പരിശോധിക്കാം? മുണ്ട് പൊക്കാൻ പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ വെള്ളം ഇരിക്കിയതാണ്. അപ്പൊ അവിടെ എത്തുമ്പോൾ കാല് മുണ്ട് പൊക്കിക്കോളും. അപ്പൊ കാല് കാണാം. അങ്ങനെ കാല് കണ്ടു എന്നൊക്കെ മനസ്സിലാക്കുന്ന ആ നിലക്കുള്ള ഇസ്രായേലിയാത്ത് തനിച്ച അത്തരത്തിലൊരു നബിയെ സംബന്ധിച്ച് ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു വ്യാഖ്യാനിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അതൊന്നും ശരിയല്ല. അങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ള, അതിലൊക്കെ പെട്ടുപോയ ശുദ്ധഗതിക്കാരായ ചില മുഫസ്സിരീങ്ങളുണ്ട്. അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ. അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട്. പക്ഷെ അതൊന്നും മഹാന്മാരുടെ, മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെത് പോയിട്ട് സാധാരണ ഒരു വ്യക്തിയുടേതിന് പോലും ഹറാമ് നോക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തു എന്നൊന്നും പറയാൻ പോലും പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, പലരും പലതും കെട്ടിവെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇനി എവിടുന്നെങ്കിലും വല്ല കഥയും പണ്ട് വായിച്ചത് ഓർക്കണുണ്ടെങ്കിൽ ഞാൻ ഉണ്ട് വിചാരിച്ച് മനസ്സിൽ വെക്കണ്ട. അതുകൊണ്ട് സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ നിന്ന് ഇനിയും ഇൻഷാ അല്ലാഹ് വേറെയും ചില കാര്യങ്ങൾ കൂടി നമുക്ക് തുടരാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും ആരാധന്മാരായ പ്രവാചകന്മാരുടെ ജീവചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളേണ്ട പാഠങ്ങളെ ശിരസ വഹിക്കാനും അതിനെ പിന്തുടരാനും നമുക്കെല്ലാം അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.